ഹായ് ഓൾ, എല്ലാവർക്കും ജീക്സ് PSC അക്കാഡമിയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കുന്നത് 10ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസിലെ ചാപ്റ്റർ 2ലെ പാർട്ട് 2 ആണ്. സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം എന്ന ചാപ്റ്ററിലെ പാർട്ട് 2 ആണ്. മറ്റ് 2 ചാപ്റ്ററുകളുടെ വീഡിയോസ് നമ്മൾ ചെയ്തിട്ടുണ്ട്. കാണാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കണ്ടിട്ടൊന്ന് പഠിക്കുക. അപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുവാണ്. ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ. 3ാം എസ്റ്റേറ്റിൻ്റെ പ്രതിനിധികൾ 3 സഭകളും ഒരുമിച്ച് സമ്മേളിക്കണമെന്ന് ആവശ്യപ്പെട്ടെങ്കിലും ആദ്യത്തെ 2 സഭകളും ഇതിനോട് അനുകൂലിച്ചില്ല. ഇതേ തുടർന്ന് 1789 ജൂൺ 17-ാം തീയതി 3ാം എസ്റ്റേറ്റിലെ അംഗങ്ങൾ തങ്ങളാണ് ഫ്രാൻസിൻ്റെ യഥാർത്ഥ ജനപ്രതിനിധികൾ എന്ന് പ്രഖ്യാപിക്കുകയും തങ്ങളുടെ സഭയെ ഫ്രഞ്ച് ദേശീയ സഭ എന്ന് വിളിക്കുകയും ചെയ്യുന്നു. ഇതൊന്ന് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ എന്തായിരുന്നു പറഞ്ഞത്? അപ്പം 1789 ജൂൺ 17-ാം തീയതി ഏത് എസ്റ്റേറ്റിലെ അംഗങ്ങളാണ്? 3ാം എസ്റ്റേറ്റിലെ അംഗങ്ങൾ എന്ത് പറഞ്ഞു? ഫ്രാൻസിൻ്റെ യഥാർത്ഥ ജനപ്രതിനിധികൾ അവരാണെന്ന് പറഞ്ഞിട്ട് പ്രഖ്യാപിക്കുകയും അങ്ങനെ തങ്ങളുടെ സഭയെ ഫ്രഞ്ച് ദേശീയ സഭ എന്ന് വിളിക്കുകയും ചെയ്തു. ദിവസവും മാസവും വർഷവും ഒക്കെ ഓർത്തിരിക്കുക. പിന്നെ ഏത് എസ്റ്റേറ്റിലെ ആൾക്കാരാണെന്നുള്ളതും ഓർത്തിരിക്കുക. ഉപരിസഭകളുടെ പിന്തുണയോടെ ലൂയി 16 ഈ സഭ സമ്മേളിച്ചിരുന്ന ഹാള് അടച്ചിടുകയും പട്ടാളക്കാവൽ ഏർപ്പെടുത്തുകയും ചെയ്തു. ജൂൺ 20 ഴാങ് സിൽവിയൻ ബൈലി, അബ്ബേസിയസ്, മിറാബോ തുടങ്ങിയവരുടെ നേതൃത്വത്തിൽ തൊട്ടടുത്തുണ്ടായിരുന്ന ടെന്നീസ് കോർട്ടിലെ 3ാം എസ്റ്റേറ്റിലെ പ്രതിനിധികൾ സമ്മേളിച്ചു. ഒരു വ്യവസ്ഥാപിത ഭരണഘടന ഉണ്ടാകുന്നതുവരെ തങ്ങൾ പിരിഞ്ഞു പോവുകയില്ലെന്ന് അവർ പ്രഖ്യാപിച്ചു. ഇത് പിൻകാലത്ത് എന്തറിയപ്പെട്ടു? ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ എന്ന് അറിയപ്പെട്ടു. ഈ സംഭവമാണ് പാഠഭാഗത്തിൻ്റെ ആമുഖത്തിലൊക്കെ പരാമർശിച്ചിട്ടുള്ളത്. അപ്പോൾ ദേശീയ സഭയുടെ ഈ സമ്മേളനമാണ് പിൻകാല ചരിത്രത്തിൽ ടെന്നീസ് കോർട്ട് അസംബ്ലി എന്ന പേരിൽ വിഖ്യാതമായത്. അപ്പം ആദ്യ ഭാഗമൊക്കെ നമ്മൾ പഠിച്ചിരുന്നു. ഇനി നമുക്ക് ബാക്കി നോക്കാം. ബാസ്റ്റിലിൻ്റെ പതനവും വിപ്ലവത്തിൻ്റെ ആരംഭവും. ലൂയി 16 രാജാവ് തൻ്റെ ഉപദേഷ്ടാവായിരുന്ന നെക്കറെ സ്ഥാനഭ്രഷ്ടനാക്കുകയും പാരീസ് വിട്ടുപോകാൻ ആജ്ഞാപിക്കുകയും ചെയ്തു എന്ന വാർത്ത കാട്ടുതീ പോലെ പടർന്നു. പ്രകോപിതരായ ജനക്കൂട്ടം പാരീസ് നഗരത്തിലെ ധാന്യ സംഭരണശാലകളും റൊട്ടിക്കടകളും കയ്യേറി. ആയുധങ്ങൾ സംഭരിച്ച അവർ 1789 ജൂലൈ 14-ാം തീയതി ബൂർബൺ സ്വേച്ഛാധിപത്യത്തിൻ്റെ പ്രതീകമായിരുന്ന പാരീസിലെ ബാസ്റ്റൽ കോട്ട തകർക്കും. അപ്പം ഏത് സ്വേച്ഛാധിപത്യത്തിൻ്റെ പ്രതീകമായിരുന്നു? ഇതിൻ്റെ ആയിരുന്നു? ബൂർബൺ സ്വേച്ഛാധിപത്യത്തിൻ്റെ പ്രതീകമായിരുന്നു കേട്ടോ. അപ്പോൾ പാരീസിലെ ബാസ്റ്റൽ കോട്ട തകർക്കുകയും മണിക്കൂറുകൾക്കകം പാരീസ് നഗരം തങ്ങളുടെ നിയന്ത്രണത്തിലാക്കുകയും ചെയ്തു. ബാസ്റ്റൽ കോട്ടയുടെ തകർച്ച ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ ആരംഭമായിട്ട് കണക്കാക്കുന്നു. അപ്പോൾ ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ ആരംഭം ഏതാണ്? ബാസ്റ്റൽ കോട്ട തകർച്ച ഓർത്തിരിക്കുക. ഫ്രാൻസിൻ്റെ ഗ്രാമപ്രദേശങ്ങളിലും അക്രമങ്ങൾ അരങ്ങേറി. നികുതി പിരിവുകാരും ജനങ്ങളുടെ കോപത്തിന് ഇരയായി. ജനരോഷം ഭയന്ന ലൂയി 16 ദേശീയ സഭ പാസാക്കിയ നിയമങ്ങൾക്ക് അംഗീകാരം നൽകി. ഇപ്പോൾ ദേശീയ സഭ നിയമനിർമ്മാണം വഴി നടപ്പിലാക്കിയ ചില പരിഷ്കാരങ്ങളാണ് ചുവടെ കൊടുത്തിരിക്കുന്നത്. ഏതൊക്കെയാണ്? അടിമത്തം നിർത്തലാക്കി, പ്രഭുക്കളുടെ പ്രത്യേക അധികാരങ്ങൾ എടുത്തുകളഞ്ഞു, ജനങ്ങൾ കത്തോലിക്ക സഭയ്ക്ക് നൽകേണ്ടിയിരുന്ന കരം നിർത്തലാക്കി, അധികമായി ചുമത്തിയിരുന്ന നികുതികൾ റദ്ദാക്കി. അപ്പോൾ ദേശീയ സഭ നിയമനിർമ്മാണം വഴി നടപ്പിലാക്കിയ പരിഷ്കാരങ്ങൾ ഏതൊക്കെയായിരുന്നു? അടിമത്തം നിർത്തലാക്കി, പ്രഭുക്കളുടെ പ്രത്യേക അധികാരങ്ങൾ എടുത്തുകളഞ്ഞു, ജനങ്ങൾ കത്തോലിക്ക സഭയ്ക്ക് നൽകേണ്ടിയിരുന്ന കരം നിർത്തലാക്കി, അധികമായി ചുമത്തിയിരുന്ന നികുതികൾ റദ്ദാക്കി. ഇനി അടുത്തത് സ്ത്രീകളും ഫ്രഞ്ച് വിപ്ലവവുമാണ്. ഭക്ഷ്യക്ഷാമവും ദേശീയ സഭയോട് സഹകരിക്കാത്ത ലൂയി 16 നയങ്ങളും സ്ത്രീകളെ പ്രക്ഷോഭത്തിനിറക്കാൻ പ്രേരിപ്പിച്ചു. ആയിരക്കണക്കിന് സ്ത്രീകൾ ചൂൽ ഉൾപ്പെടെയുള്ള നിത്യോപയോഗ സാമഗ്രികൾ, വാള്, കുന്തം, തോക്ക് എന്നിവയും കയ്യിലേന്തി ബൂർബൺ രാജാക്കന്മാരുടെ വസതിയായ പാരീസിലെ വേഴ്സായ് കൊട്ടാരത്തിലേക്ക് മാർച്ച് ചെയ്തു. അവരോടൊപ്പം വലിയൊരു ജനക്കൂട്ടവും ഉണ്ടായിരുന്നു. രാജാവിനെയും കുടുംബത്തെയും അവർ നിർബന്ധപൂർവം പാരീസിലേക്ക് കൊണ്ടുവന്നു. ഗത്യന്തരമില്ലാതെ ദേശീയ സഭയുടെ തീരുമാനങ്ങൾ അംഗീകരിക്കാമെന്ന് ലൂയി 16 ഉറപ്പുകൊടുത്തു. ഫ്രാൻസിലെ പ്രശസ്ത നാടകകൃത്തും പൊതുപ്രവർത്തകനുമായിരുന്ന ഒളിമ്പ് ദേ ഗൂഷ് വിപ്ലവകാലത്ത് സ്ത്രീകളുടെ അവകാശങ്ങൾക്ക് വേണ്ടി വാദിച്ച ഉറച്ച സ്ത്രീ ശബ്ദമായിരുന്നു സ്ത്രീയുടെയും സ്ത്രീ പൗരന്മാരുടെയും അവകാശ പ്രഖ്യാപനം. ഓക്കെ.
ഈ പ്രസിദ്ധ ഗ്രന്ഥത്തിൽ പുരുഷന്മാർക്ക് ലഭിച്ച അവകാശങ്ങൾ സ്ത്രീകൾക്കും ലഭിക്കണമെന്ന് അവർ ആവശ്യപ്പെട്ടു. സ്ത്രീകൾക്കും പുരുഷന്മാർക്കും തുല്യ അധികാരവും അവകാശങ്ങളുമുള്ള സാമൂഹ്യ ഘടനയ്ക്ക് വേണ്ടി അവർ നിലകൊണ്ടു. സ്ത്രീ സമത്വത്തിനു വേണ്ടി വാദിച്ച മറ്റൊരു വനിതയായിരുന്നു മാഡം ഴാങ് റോളണ്ട്. സ്ത്രീകളുടെ ഈ അവകാശ സമരത്തിന് ചില നേട്ടങ്ങളുണ്ടായി. സ്വത്തിന്മേലുള്ള അവകാശം, വിവാഹമോചനം നേടുന്നതിനുള്ള അവകാശം എന്നിവ അവയിൽ ചിലതാണ്. ഇനി അടുത്ത വസ്ത്രം പ്രതിഷേധത്തിൻ്റെ പ്രതീകം. ഫ്രാൻസിലെ ഉന്നത കുലജാതർ പരമ്പരാഗതമായി ധരിച്ചിരുന്നത് കാൽമുട്ട് വരെ ഇറക്കമുള്ള ബ്രീച്ചുകൾ എന്നറിയപ്പെടുന്ന ഒരുതരം പാൻസ് ആയിരുന്നു. ഉന്നത കുലജാതരോടുള്ള പ്രതിഷേധത്തിൻ്റെ ഭാഗമായി തൊഴിലാളികളും കർഷകരും കാൽപാദം വരെ എത്തുന്ന പാൻറ്റലോൺ എന്നറിയപ്പെടുന്ന നീളൻ ട്രൗസറുകളൊക്കെ ധരിക്കാൻ തുടങ്ങി. ആദ്യത്തെ അവരുടെ എന്തായിരുന്നു ഡ്രസ്സിൻ്റെ പേര് ബ്രീച്ചുകൾ നിന്ന് കാൽമുട്ട് വരെ ഇറക്കുള്ളൂ. പിന്നെ അതെന്ത് ചെയ്തു, കാൽപാദം വരെയുള്ള പാൻറ്റലോൺ എന്നറിയപ്പെടുന്ന ട്രൗസറുകൾ ധരിക്കാൻ വേണ്ടിയിട്ടൊക്കെ തുടങ്ങി. ഇവർ സാൻസ് കുലോട്ടുകൾ എന്തറിയപ്പെട്ടു? സാൻസ് കുലോട്ട്. ഓക്കെ. വിപ്ലവ അനുകൂലികളുടെ പ്രതീകമായി പാൻറ്റലോൺ മാറി. കൂടുതൽ ആളുകൾ പാൻറ്റലോൺ ധരിക്കാൻ തുടങ്ങിയത് വിപ്ലവം ജനകീയമായി മാറി എന്നതിൻ്റെ തെളിവായി. ഫ്രിജിയൻ തൊപ്പിയും വിപ്ലവത്തിൻ്റെ പ്രതീകമെന്നു. ആ തൊപ്പിയുടെ പേരെന്ന് ഫ്രിജിയൻ തൊപ്പി. കണ്ടോ? അടിമത്തത്തിൽ നിന്ന് മോചിക്കപ്പെട്ടവർ എന്ന് സൂചിപ്പിക്കുന്നതിന് വേണ്ടിയാണ് തൊഴിലാളികൾ ചുവപ്പ് നിറമുള്ള ഫ്രിജിയൻ തൊപ്പിയൊക്കെ ധരിച്ചത്. ഇപ്പോൾ ഇത്രയും കാര്യങ്ങളെല്ലാം ഓർത്തിരിക്കുക. ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മളൊന്ന് വായിച്ച് പോകുമ്പോൾ നമുക്കൊന്ന് ഓർമ്മയിൽ നിൽക്കും. എല്ലാം ഇങ്ങനെ കാണാൻ പഠിക്കാൻ പ്രയാസമാണ്. കുറേ പ്രയാസമുള്ള കാര്യങ്ങളുണ്ട്. അപ്പം നമുക്കൊരു പരിചിതമാവും. ഒന്ന് ആവർത്തിച്ച് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് കേട്ടാലും മതി. പുതിയ ഭരണഘടന. സ്വതന്ത്രരും അവകാശങ്ങളിൽ തുല്യതയുള്ളവരുമായിട്ടാണ് മനുഷ്യർ ജനിക്കുന്നതും ജീവിക്കുന്നതും. ദേശീയ സഭ ഫ്രാൻസിനായി തയ്യാറാക്കിയ ഭരണഘടനയുടെ ആമുഖത്തിൽ നൽകിയിട്ടുള്ള മനുഷ്യാവകാശ പ്രഖ്യാപനത്തിലെ ഒരു ഭാഗമാണ് നമ്മൾ മുകളിൽ വായിച്ചത്. ഈ ഭരണഘടനയുടെ ആമുഖത്തിലുള്ള ഫ്രഞ്ച് മനുഷ്യാവകാശ പ്രഖ്യാപനം ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ ഒരു പ്രധാന ഫലമാണ്. അപ്പോൾ 1789 നടന്ന ഫ്രഞ്ച് മനുഷ്യാവകാശ പ്രഖ്യാപനത്തിൻ്റെ പ്രധാന ആശയങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഇമ്പോർട്ടൻ്റ് ആണ്. എന്തൊക്കെയായിരുന്നു? സ്വതന്ത്രനായി ജനിക്കുന്ന മനുഷ്യൻ തുല്യ അവകാശങ്ങളോടെ സ്വതന്ത്രനായിട്ട് ജീവിക്കുന്നു. ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ പ്രധാന ആശയങ്ങളാണ്. ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ സ്വതന്ത്രനായി ജനിക്കുന്ന മനുഷ്യൻ തുല്യ അവകാശങ്ങളോടെ സ്വതന്ത്രനായി ജീവിക്കുന്നു. എല്ലാ രാഷ്ട്രീയ കൂട്ടായ്മകളുടെയും ലക്ഷ്യം മനുഷ്യൻ്റെ സ്വാഭാവികവും അവിഭാജ്യവുമായ അവകാശങ്ങൾ സംരക്ഷിക്കുക എന്നതാണ്. അവ സ്വാതന്ത്ര്യം, സ്വത്ത് സുരക്ഷിതത്വം, അടിച്ചമർത്തലുകളെ ചെറുക്കൽ എന്നിവയ്ക്കുള്ള അവകാശമാണ്. അടുത്ത പോയിന്റ്, എല്ലാ പരമാധികാരവും രാഷ്ട്രത്തിൽ കുടികൊള്ളുന്നു. മറ്റുള്ളവർക്ക് ഹാനികരമല്ലാത്ത പ്രവർത്തനങ്ങൾ നടത്താനുള്ള അധികാരമാണ് സ്വാതന്ത്ര്യത്തിൽ ഉൾക്കൊള്ളുന്നത്. സമൂഹത്തിന് ഹാനികരമാകുന്ന പ്രവർത്തനങ്ങളെ വിലക്കാനുള്ള അവകാശം മാത്രമേ നിയമത്തിനുള്ളൂ. അപ്പോൾ ഇത്ര ഒന്നുകൂടെ നമുക്ക് നോക്കാം. അപ്പോൾ 1789 ഫ്രഞ്ച് മനുഷ്യാവകാശ പ്രഖ്യാപനം നടന്നത്. അപ്പോൾ അതിലെ പ്രധാന ആശയങ്ങളാണ് നമ്മൾ നോക്കുന്നത്. സ്വതന്ത്രനായി ജനിക്കുന്ന മനുഷ്യൻ തുല്യ അവകാശങ്ങളോടെ സ്വതന്ത്രനായിട്ട് ജീവിക്കുന്നു. എല്ലാ രാഷ്ട്രീയ കൂട്ടായ്മകളുടെയും ലക്ഷ്യം മനുഷ്യൻ്റെ സ്വാഭാവികവും അവിഭാജ്യവുമായ അവകാശങ്ങൾ സംരക്ഷിക്കുക എന്നതാണ്. അവ സ്വാതന്ത്ര്യം, സ്വത്ത് സുരക്ഷിതത്വം, അടിച്ചമർത്തലുകളെ ചെറുക്കൽ എന്നിവയ്ക്കുള്ള അവകാശമാണ്. എല്ലാ പരമാധികാരവും രാഷ്ട്രത്തിൽ കുടികൊള്ളുന്നു. മറ്റുള്ളവർക്ക് ഹാനികരമല്ലാത്ത പ്രവർത്തനങ്ങൾ നടത്താനുള്ള അധികാരമാണ് സ്വാതന്ത്ര്യത്തിൽ ഉൾക്കൊള്ളുന്നത്. സമൂഹത്തിന് ഹാനികരമാകുന്ന പ്രവർത്തനങ്ങളെ വിലക്കാനുള്ള അവകാശം മാത്രമേ നിയമത്തിന് ഉള്ളൂ. ഓക്കെ. ഫ്രഞ്ച് ദേശീയ സഭ ഫ്രാൻസിൻ്റെ സാമൂഹിക, സാമ്പത്തിക, രാഷ്ട്രീയ രംഗത്ത് നിരവധി പരിഷ്കരണങ്ങളൊക്കെ നടപ്പാക്കി. അതിൽ പ്രധാനപ്പെട്ടവയാണ് താഴെ പറയുന്നത്. രാജ്യത്താകമാനം ഏകീകൃത ഭരണഘടന നടപ്പിലാക്കി. അസൈനാറ്റ് എന്ന പേരിൽ പുതിയ കടലാസ് കറൻസി പുറത്തിറക്കി. മതമേധാവികളുടെ നിയന്ത്രണത്തിലായിരുന്ന സ്വത്തുക്കളൊക്കെ കണ്ടുകെട്ടി. പൂർണ്ണമായ മതസഹിഷ്ണുത പ്രഖ്യാപിച്ചു. പുരോഹിതർ ഗവൺമെൻറ്റിന് ശമ്പളം പറ്റുന്നവരായിട്ട് മാറി. ഇനി എന്താണ് അസൈനാറ്റ് എന്നുള്ളത് നമുക്ക് നോക്കാം. 1789 ഫ്രാൻസിൽ പുറത്തിറക്കിയ പേപ്പർ കറൻസിയുടെ പേരായിരുന്നു അസൈനാറ്റ്. ഇമ്പോർട്ടൻ്റ് ആണ്, നമ്മൾ ഇങ്ങനെ ശ്രദ്ധിക്കാതെ പോകുന്നതാണ് അസൈനാറ്റ്. 1789 ഫ്രാൻസിൽ പുറത്തിറക്കിയ പേപ്പർ കറൻസിയുടെ പേരായിരുന്നു എന്ത്? അസൈനാറ്റ്.
ഫ്രഞ്ച് സമ്പദ് വ്യവസ്ഥയെ സുസ്ഥിരമാക്കാനും ദേശീയ കടം വീട്ടാനുമുള്ള ബോണ്ടും പണവുമായിട്ട് ഇതിനെ ഉപയോഗിക്കാൻ തീരുമാനിച്ചു. കാലക്രമേണ ഗവൺമെൻറ് അതിൻ്റെ ചെലവുകൾ വഹിക്കുന്നതിനായിട്ട് അമിതമായ അളവിൽ അസൈനാറ്റ് അച്ചടിച്ചിറക്കാൻ തുടങ്ങി. ഇത് വൻതോതിലുള്ള പണപ്പെരുപ്പത്തിനും കറൻസിയുടെ ദ്രുതഗതിയിലുള്ള മൂല്യത്തകർച്ചയ്ക്കും കാരണമായി. 1796 ആയപ്പോഴേക്കും അസൈനാറ്റിൻ്റെ മൂല്യം നഷ്ടപ്പെട്ടു. ഓക്കെ, ഇനി അടുത്തത് ഭീകരവാഴ്ചയും സെപ്റ്റംബർ കൂട്ടക്കൊലയുമാണ്. 1792 ദേശീയ സഭയുടെ സ്ഥാനത്ത് നാഷണൽ കൺവെൻഷൻ എന്ന പുതിയ ഭരണസമിതി നിലവിൽ വന്നു. നാഷണൽ കൺവെൻഷൻ ഫ്രാൻസിനെ ഒരു റിപ്പബ്ലിക്കായി പ്രഖ്യാപിക്കുകയും ലൂയി 16 വധശിക്ഷയ്ക്ക് വിധേയനാക്കുകയും ചെയ്തു. ഒരു റിപ്പബ്ലിക്കായി മാറിയ ഫ്രാൻസിൻ്റെ ഭരണ നേതൃത്വം ജാക്കോബിനുകൾ പിടിച്ചെടുത്തു. യൂറോപ്പിലെ പ്രബല ശക്തികളായ ബ്രിട്ടനും ഓസ്ട്രിയയും റഷ്യയും ഫ്രാൻസിനെ ആക്രമിച്ചപ്പോൾ ഈ സ്ഥിതിവിശേഷം നേരിടുന്നതിന് വേണ്ടി പൊതുരക്ഷാ കമ്മിറ്റി രൂപീകരിച്ചു. ഈ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അതിഭീകരമായ ഭരണമാണ് പാരീസിൽ അരങ്ങേറിയത്. പാരീസ് നഗരത്തിൻ്റെ ഭരണം ടാൻഡൻ, ഹെബർട്ട് മരാട്ട്, റോബസ്പിയർ തുടങ്ങിയവരുടെ കൈകളിലായിരുന്നു. പ്രഭുക്കൾ, പുരോഹിതര്, രാജാവിനെ അനുകൂലിക്കുന്നവർ എന്നിങ്ങനെ ആയിരക്കണക്കിന് ജനങ്ങളെ ദിനംപ്രതി രാജ്യദ്രോഹികളെ മുദ്രകുത്തി കാരാഗൃഹത്തിൽ അടച്ചു. ജയിലുകൾ നിറഞ്ഞപ്പോൾ തിരക്ക് കുറയ്ക്കാൻ വേണ്ടി 1500ഓളം പേരെ പാരീസിലെ തെരുവുകളിൽ വെച്ച് കൊലപ്പെടുത്തി. ഇതാണ് കുപ്രസിദ്ധമായ സെപ്റ്റംബർ കൂട്ടക്കൊല. ഓക്കെ, പ്രഭുക്കൾ, പുരോഹിതര്, രാജാവിനെ അനുകൂലിക്കുന്നവർ എന്നിങ്ങനെ ആയിരക്കണക്കിന് ജനങ്ങളെ ദിനം പ്രതി രാജ്യദ്രോഹികൾ എന്നൊക്കെ മുദ്ര കുത്തിയിട്ട് കാരാഗൃഹത്തിലേക്ക് അടച്ചിട്ട് ജയിലുകളൊക്കെ നിറഞ്ഞപ്പോൾ എന്ത് ചെയ്തു? തിരക്ക് കുറയ്ക്കാൻ വേണ്ടി 1500ഓളം പാരീസിലെ തെരുവുകളിൽ വെച്ച് അങ്ങ് കൊലപ്പെടുത്തി. ഈ 1500ഓളം പേരെ പാരീസിലെ തെരുവുകളിൽ വെച്ചിട്ട് അങ്ങ് കൊലപ്പെടുത്തി. ഇതാണ് കുപ്രസിദ്ധമായ സെപ്റ്റംബർ കൂട്ടക്കൊല എന്നറിയപ്പെടുന്നത്. ജനങ്ങളെ കൊന്നൊടുക്കാൻ വേണ്ടി നിർമ്മിച്ച പ്രത്യേക യന്ത്രമായിരുന്നു ഗില്ലറ്റിൻ. ഭീകരവാഴ്ചയുടെ കാലത്ത് അനേകമായിരങ്ങളുടെ മരണത്തിന് കാരണക്കാരായ റിപ്പബ്ലിക്കിൻ്റെ നേതാക്കന്മാരും പിന്നീട് ഇതേ രീതിയിൽ ഗില്ലറ്റിനും വിധേയരായി വധിക്കപ്പെട്ടു. ഇവിടെ കൊടുത്തിരിക്കുന്ന ജാക്കോബിനുകളിലും ജിറോണ്ടിസ്റ്റുകളും എന്താണെന്ന് നമുക്ക് നോക്കാം. ഫ്രഞ്ച് വിപ്ലവകാലത്ത് ഉയർന്നു വന്ന ഒരു രാഷ്ട്രീയ സാമൂഹിക വിഭാഗമായിരുന്നു ജാക്കോബിൻ എന്നറിയപ്പെട്ട സംഘം. ഒരിക്കൽ കൂടി നോക്കാം. ഫ്രഞ്ച് വിപ്ലവകാലത്ത് ഉയർന്നു വന്ന ഒരു രാഷ്ട്രീയ സാമൂഹിക വിഭാഗമായിരുന്നു എന്ത്? ജാക്കോബിൻ എന്നറിയപ്പെടുന്ന സംഘം. ജാക്കോബിൻ കോൺവെന്റിലാണ് ഇവർ ആദ്യകാലത്ത് യോഗം ചേർന്നിരുന്നത്. അതിനാലാണ് ഇവർ ജാക്കോബിനുകളെന്ന് അറിയപ്പെട്ടത്. ഈ സംഘത്തിൻ്റെ ഒരു പ്രധാന നേതാവായിരുന്നു ആര്? റോബസ്പിയർ. അക്കാലത്തെ ഫ്രഞ്ച് രാഷ്ട്രീയത്തിൽ വലിയ സ്വാധീനം ചെലുത്തിയവരായിരുന്നു ജാക്കോബിനുകൾ. ഫ്രഞ്ച് വിപ്ലവത്തിൽ പങ്കെടുത്ത മറ്റൊരു പ്രധാന വിഭാഗമായിരുന്നു ജിറോണ്ടിസ്റ്റുകൾ. ഫ്രാൻസിൻ്റെ തെക്കു പടിഞ്ഞാറുള്ള ജിറോണ്ട് പ്രദേശത്തു നിന്നും വന്ന ദേശീയ അസംബ്ലിയിലെ അംഗങ്ങളായിരുന്നു ഇവരിൽ ചിലർ. ജാക്കോബിനുകളിൽ നിന്ന് വ്യത്യസ്തരായി ഇവർ മിതവാദ നിലപാടുകൾ സ്വീകരിച്ചു. ഭൂവുടമകളും വ്യാപാരികളുമായ ഉന്നതവർഗക്കാരുടെ പ്രതിനിധികളായിരുന്നു ഇവർ. ഇത്രയും കാര്യങ്ങളാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ബാക്കി നമുക്ക് അടുത്ത പാർട്ട് 3 വീഡിയോ ആയിട്ട് നമുക്ക് കൂടെ പഠിക്കാം. ഒരുപാട് ലെങ്തി ആയി കഴിയുമ്പോഴത്തേനും നമുക്ക് പഠിക്കാനൊക്കെ ഒരു മടുപ്പ് തോന്നും. അപ്പോൾ അത്രയേ ഉള്ളൂ. ബാക്കി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ. നോക്കിക്കേ, ഇനി കുറച്ച് പോർഷൻ നോട്ട്സോടെ ഉള്ളൂ. നമുക്കറിയാം 10ാം ക്ലാസ്സിലെ ചാപ്റ്ററുകളാകുമ്പം സ്വാഭാവികമായിട്ടും കുറച്ച് ലെങ്തി കാണും. ഇനി കുറച്ചും കൂടിയേ ഉള്ളൂ. അപ്പോൾ അത്രയേ ഉള്ളൂ. അപ്പോൾ ശരി. അപ്പോൾ വീഡിയോ ഒക്കെ എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ വീണ്ടും നമുക്ക് കാണാം. അപ്പോൾ എല്ലാവർക്കും ബൈ. താങ്ക് യു.